എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, വളരെ വേദന ഉണ്ടാക്കുന്ന കാഴ്ചയാണ് നിങ്ങൾക്കിപ്പോൾ മുമ്പിലേക്ക് കാണാൻ കഴിയുന്നത്. അത് അതീവ വേദന ഉണ്ടാക്കുന്ന കാഴ്ചയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് തുടങ്ങുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ തുടങ്ങുന്നത്. നിങ്ങൾ അത് വായിച്ചിട്ടുണ്ടായിരിക്കും, എങ്കിലും ഞാനതൊന്ന് വായിക്കുന്നു. ബീഫ് കൈവശം വെച്ചതിന് ഗുജറാത്തിൽ മുസ്ലിം വയോധികനെ തല്ലിക്കൊന്നു. എത്ര കാലത്തെ ജീവിതമാണെന്നറിയാവോ? എത്ര കാലത്തെ ജീവിതമാണ് ആ ഒരു വയോധികനെ ബീഫ് കൈവശം വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഗുജറാത്തിൽ തല്ലിക്കൊല്ലുന്നത്? നമ്മുടെ ഗാന്ധിയുടെ ഗുജറാത്തിലാണ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. എൻ്റെ സുഹൃത്തുക്കളെ, ഇതിനൊക്കെ എങ്ങനെ ഉത്തരം കൊടുക്കണം എന്നതൊക്കെ ആലോചിക്കുമ്പോൾ ഇതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ അവതരിപ്പിച്ചതാണ്, പക്ഷേ ആ ഒരു വൃദ്ധന്റെ മരണവാർത്ത കണ്ടപ്പോൾ അത് ഒന്നുകൂടി വ്യക്തമായിട്ട് നിങ്ങളെ മനസ്സിലാക്കി തരണമെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഞാൻ ഈ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരുപാട് പശുക്കൾ എങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ആ പശുക്കൾ അങ്ങനെ വെച്ചിരിക്കുന്നതിന് ഒരു കൃത്യമായിട്ടുള്ള കാരണമുണ്ട്. ആ കാരണത്തിലേക്ക് നിങ്ങൾ എന്തായാലും പോകണം എന്നുള്ളതാണ്. പശുക്കളെ വാങ്ങേണ്ടതില്ല എന്ന് മുസ്ലിങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ബംഗാളില് ഘോഷ് എന്ന് പറയുന്നൊരു സമുദായമുണ്ട്. ഘോഷ് എന്ന് പറയുന്ന സമുദായം അവര് മുസ്ലിങ്ങളൊന്നുമല്ല കേട്ടോ, അവർ മുസ്ലിങ്ങളൊന്നുമല്ല. വേണമെങ്കിൽ ഹിന്ദു സമുദായത്തിലെ, ഹിന്ദുക്കൾ ഒരുപാട് ജാതി ഉണ്ടല്ലോ, ഹിന്ദു സമുദായത്തിലെ ഒരു ജാതിയാണ് ഘോഷ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം. ആ വിഭാഗം ആളുകളുടെ ജീവിത വൃത്തി എന്ന് പറയുന്നത് കന്നുകാലികളെ വളർത്തുക. പശു മാത്രമല്ല കേട്ടോ, മറ്റു കന്നുകാലികളെ, കാളകളെയും മൂരികളെയും പിന്നെന്തൊക്കെ പറയാ, ഈ പോത്തുകളെയൊക്കെ വളർത്തലാണ് അവരുടെ ജോലി അതാണ്. ഇങ്ങനെ ഇവർ വളർത്തിക്കൊണ്ടുവരുന്ന ഇത്തരം കാളകളെയും മൂരികളെയും പോത്തുകളെയും ഇവര് മുസ്ലിങ്ങൾ ആഘോഷ ദിവസങ്ങളിൽ ഇവർ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഇത് വിൽക്കും. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ മുസ്ലിങ്ങൾ വരും. ഇനിയിപ്പോ വരാൻ പോകുന്നത് ബലിപെരുന്നാളാണ്. സ്വാഭാവികമായിട്ടും ബലിപെരുന്നാളിനെ അറക്കുവാനും വേണ്ടിയിട്ട് അവർക്ക് മൃഗങ്ങൾ ആവശ്യമുണ്ട്. അപ്പൊ ഇവരിത് വാങ്ങിക്കും. അങ്ങനെ ഈ അങ്ങോട്ട് വിൽക്കലും വാങ്ങിക്കലിന്റെ ഭാഗമായിട്ടുള്ളൊരു കൊടുക്കൽ വാങ്ങൽ സംസ്കാരവും അങ്ങനത്തെ ഒരു ജീവിതവും അവിടുത്തെ ഘോഷ് സമുദായത്തുണ്ട്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ആ ഘോഷ് സമുദായത്തിന്റെ ആ ഒരു മൃഗങ്ങളെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നതാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡയലോഗ് ഉണ്ട്. അതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ലെങ്കിൽ ഇതിനു ശേഷം ഞാൻ പറഞ്ഞു തരാം. তোমাদের মাথা তুমি চলে যাও, বেকার এখানে আনুন। এটা কুরবানির হাট, এটা কুরবানির হাট। এখানে যে কিনবে সে কাটার জন্য কিনবে। പച്ചമലത്തിൽ പറയുന്നത്, നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്ന മൃഗങ്ങളെ, ഈ കന്നുകാലികളെ തിരികെ കൊണ്ടുപോയിക്കൊള്ളുക. അത് നിങ്ങളുടെ അമ്മയല്ലേ, പശുക്കളും പോത്തുകളൊക്കെ നിങ്ങളെ മാതാവല്ലേ, കൊണ്ടുപോയിക്കൊള്ളൂ. കൊണ്ടുപോയിട്ട് അതിനെ പൂജ ചെയ്യൂ. അങ്ങനെ മാതാവായിട്ട് പൂജിച്ച് വീട്ടിൽ കൊണ്ടുപോയി വളർത്തിക്കൊള്ളൂ. ദയവേത് ഇവിടേക്ക്, ഞങ്ങളെ മുമ്പിലേക്ക് കൊല്ലുവാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വിൽക്കാൻ വേണ്ടി നിങ്ങൾ വരരുത്. വിൽക്കാൻ കൊണ്ടുവന്ന എല്ലാ മൃഗങ്ങളെയും എല്ലാ കന്നുകാലികളെയും അവിടെ ഇറക്കരുതെന്ന് പറഞ്ഞിട്ട് ബംഗാളിലെ യുവാക്കൾ ഇറങ്ങിയിരിക്കുന്നു, മുസ്ലിം യുവാക്കൾ ഇറങ്ങിയിരിക്കുന്നു. ഇതിനെ ഞാൻ അപ്ലൗസ് ചെയ്ത് തന്നെയാണ് സ്വീകരിക്കുന്നത്. കാരണം അവിടെ നടക്കാവുന്ന പല രാഷ്ട്രീയ കളികളിൽ ഒന്ന്, ഇത്തരം മൃഗങ്ങളെ വിൽക്കാൻ വേണ്ടി ഈ ഘോഷ് സമുദായത്തിലെയും മറ്റു ആളുകളൊക്കെ കൊണ്ടുവരും, എന്നിട്ട് മുസ്ലിങ്ങൾക്ക് വിൽക്കും. മുസ്ലിങ്ങൾക്ക് വിറ്റ് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ സംഭവിക്കുന്ന കാര്യം ഇങ്ങനെയാവാമെന്ന് ഞാൻ ചെറിയൊരു ഊഹം പറയുകയാണ്. വിറ്റ് കഴിഞ്ഞാൽ അത് കൊണ്ടുപോകുമ്പോൾ ഈ പഹയന്മാർ തന്നെയാണ് വിളിച്ചു പറയുന്നത് ചില ക്രൂരന്മാരോട്, ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന ഭാഗത്തേക്ക് ഇന്ന വണ്ടി പോയിട്ടുണ്ട്. അവര് വഴിക്ക് എവിടെയൊക്കെ വെച്ച് തടയുന്നു. പിന്നീട് ആ കൊണ്ടുപോകുന്ന ട്രക്കിന്റെ ഡ്രൈവറെയും അതിന്റെ ഓണർമാരെയും അതിലുള്ള മറ്റാളുകളെയും മുസ്ലിം ജനവിഭാഗങ്ങളെയും തല്ലിക്കൊല്ലുകയാണ്. നിങ്ങൾ തുടക്കത്തിലെ കണ്ടു, ഒരു പാവം വൃദ്ധൻ. എത്ര പ്രായം കഴിഞ്ഞിട്ടാണ് അയാൾ മരിച്ചിട്ടുള്ളത്? എത്ര പ്രായം കഴിഞ്ഞിട്ടാ? അപ്പൊ എത്രയോ കാലമായിട്ട് അദ്ദേഹം അവിടെ ജീവിക്കുന്നുണ്ട്, ഇതേ വിൽപ്പനയും ഇതേ ഭക്ഷണവും കഴിച്ചുകൊണ്ട്. പക്ഷെ ചില ആളുകൾ അധികാരത്തിൽ വരുമ്പോൾ ചില ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളതാണ്. എന്തായാലും ഇവിടെ പറയുന്ന കേൾക്കും. യെസ്, വെരി ഗുഡ്. അത് തന്നെയാണ്. എന്താണ് പറയുന്നത്? നിങ്ങളുടെ മാതാവും മറ്റുമല്ലേ ഈ പശുക്കളും മറ്റൊക്കെ കൊണ്ടുപോയിട്ട് പൂജിച്ചോളൂ. ഇവിടേക്ക് ആരും അറക്കുവാനും മറ്റായിട്ട് ഇവിടെ കൊണ്ടുവരണ്ട, ഞങ്ങളത് വാങ്ങിക്കില്ല എന്ന് കൃത്യമായിട്ട് അവർ നിലപാടെടുത്തിരിക്കുന്നു. എന്റെ സുഹൃത്തുക്കളെ, ഇതോട് കൂടിയിട്ട് പട്ടിണി പരുവമാവാൻ പോകുന്നത് ആ ഘോഷ് സമുദായമാണ്. ഹിന്ദു മതത്തിൽ തന്നെ ഘോഷ് സമുദായമാണ്. അവരുടെ ഒരു ജീവിത വൃത്തിയാണത്, ഒരു ജീവിത രീതി, ജീവിത വൃത്തിയാണത്. ആ ഒരു ജീവിത വൃത്തിക്ക് നേരെയാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്ന ആ ഒരു പാർട്ടിക്കാര് കത്തിവെച്ചിരിക്കുന്നത്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ ഭരിക്കുന്നു, ഹിന്ദുക്കൾ കുടുങ്ങി എന്നർത്ഥം. ഹിന്ദുക്കളാണ് ഈ ഘോഷ സമുദായം. അപ്പൊ ഹിന്ദുക്കൾ ഭരിക്കുന്ന നാട്ടില് ഹിന്ദുക്കൾ തന്നെയാണ് ആദ്യം കുടുങ്ങുക എന്ന് പറയുന്ന തിയറി പ്രാവർത്തികമാക്കിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു നാട്ടില് ഏതെങ്കിലും ഒരു മതം ഭരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതേ മതത്തിൽപ്പെട്ട ആളുകൾക്കായിരിക്കും അപകടം ആദ്യം സംഭവിക്കുക, പിന്നീടായിരിക്കും മറ്റു മതസ്ഥർക്ക് സംഭവിക്കുക എന്നുള്ളതാണ്. ഇനി ഒരു അമ്മയുടെ കരച്ചിലാണ്, കേട്ടോ. আমি বলতেই পারছি না আমার গরুগুলো বিক্রি হোক, আমার ছেলেটা যাতে বেঁচে থাকে সেই চেষ্টা করো। গরু যাতে বিক্রি না হয়, আমার ছেলে মরে যাবে। আমি বলতেই পারছি না আমার গরুগুলো বিক্রি হোক, আমার ছেলেটা. ആ ഒരു അമ്മയുടെ കരച്ചിൽ എനിക്ക് ആ ഒരു പറഞ്ഞത് മുഴുവൻ മനസ്സിലായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്: ആത്മഹത്യ ചെയ്യുകയല്ലാതെ വേറെ വഴിയില്ല. ഹിന്ദു വ്യാപാരികൾ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. പശുവിനെ വാങ്ങാത്തത് കൊണ്ടാണ് റോഡിൽ ഇരിക്കാൻ പോകുന്നതെന്ന് എന്താണ് മുസ്ലിങ്ങൾ എന്നൊക്കെ പറയുന്നത്. അതായത് അവരിപ്പോൾ പറയുന്നത് ഇവരുടെ മൃഗങ്ങൾ ആരും വാങ്ങിക്കുന്നില്ല, മുസ്ലിങ്ങൾ ആരും വാങ്ങിക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യും ഇവർ? എന്ത് ചെയ്യും? ഇത് വിറ്റിട്ട് വേണം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, അവരുടെ വീട്ടിൽ അരി വാങ്ങിക്കാൻ, അവരുടെ വീട്ടിലെ വിവാഹവും മറ്റു ആഘോഷങ്ങളൊക്കെ നടത്താൻ ഇത് വിറ്റിട്ട് വേണം. ഹിന്ദുക്കൾ ഇത്തരം മൃഗങ്ങളെ വളർത്തുന്നു, മുസ്ലിങ്ങൾക്ക് വിൽക്കുന്നു, പണം കിട്ടുന്നു, ജീവിക്കുന്നു. എത്ര സുന്ദരമായ നാടായിരുന്നു ആലോചിക്ക്. അതാണ് ഒരൊറ്റ മാറ്റം കൊണ്ട് നശിച്ചു പോകുന്നത്. നമ്മുടെ കേരളത്തിൽ ഇങ്ങനൊരു മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം വന്നുകൊണ്ട് ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ആ ഒരു 6 മാസത്തിലൊക്കെ കണ്ടറിയേണ്ടി വരും. സുഹൃത്തുക്കളെ, ഒപ്പം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തട്ടെ. ബൈ.